നമ്മൾ ഇന്ന് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബയോകെമിസ്ട്രിയുടെ ഒരു ചാപ്റ്ററിൽ മാത്രം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവിടെ ഞാനൊരു 21 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചു വരുന്ന 21 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ആ 21 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിന് 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഒരു കവർ ചെയ്യാൻ പറ്റും. അവിടെ അതിന് പുറമെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഞാൻ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സാമിന് ടൈം എടുത്തു. അപ്പോൾ ഈ മാസം 20-ാം തീയതിയൊക്കെ എക്സാമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ന്യൂട്രീഷൻ അധികം ചാപ്റ്റേഴ്സ് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്രയും എടുക്കാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇനി. കാരണം എനിക്കും പരിധിയുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നതിന്, സമയപരിധി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ഒരു ക്ലാസ് നമുക്ക് ന്യൂട്രീഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ജസ്റ്റ് ഒരു അപഗ്രഥനം. ഓക്കെ, നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എസ്സേക്ക് വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് 5 മാർക്കിന് വന്നിട്ടുള്ളത്, ഏതൊക്കെ 2 മാർക്കിന് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു അവലോകനം അത്ര മാത്രമേ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോട്ട്സ് എനിക്ക് ഇന്നത്തെ അതിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ആൻസർ എനിക്ക് പറയാൻ സമയമില്ല. ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പോർഷൻസ് എല്ലാം നിങ്ങളുടെ ന്യൂട്രീഷൻ നോട്ട്സുകളിൽ നിന്ന് കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എക്സാമിന് പോകുന്നതിന് മുന്നേ. അപ്പോൾ എന്നിട്ട് ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ ക്ലാസ്സുകൾ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഞാൻ അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരികയും ചെയ്യുക. അത്രമാത്രമേ എനിക്കിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാത്തിനും മേലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കി കളയരുത്. വളരെ കുറച്ച് സമയം, പക്ഷേ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതും ഇതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗും ഇതുപോലെ ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ടോപ്പിക്സിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നിങ്ങളുടെ സിലബസ് ഇതാണ്. ന്യൂട്രീഷൻ്റെ സിലബസ് നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റിൽ ന്യൂട്രീഷനകത്ത് പഠിക്കാനുള്ളത്. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ ന്യൂട്രീഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ, അതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, മോൾ ന്യൂട്രീഷൻസ് വരുമ്പോൾ, അതായത് അബ്നോർമൽ ന്യൂട്രീഷൻസ് വരുമ്പോൾ എന്തൊക്കെയാണ്, അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, ഓവർ ന്യൂട്രീഷൻ ഉണ്ട് അല്ലേ, അതൊക്കെ ഒന്ന് ചിലപ്പോൾ അത് ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ഓവർ ന്യൂട്രീഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫൈൻ ന്യൂട്രീഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇത് ചേർത്തിട്ട് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, കാരണം നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്സേ വരുന്ന ന്യൂട്രീഷനിലാണ്. അതിൽ ഒരു എസ്സേയും ചോദിക്കും, കാരണം ഇവിടെ എസ്സേ നിങ്ങളുടെ അസസ്മെന്റ് മോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു എസ്സേ, മറ്റൊരു എസ്സേ കൂടെ ഉണ്ട്, എന്നാലും ഇതും ഒരു എസ്സേ അല്ലെങ്കിൽ 5 മാർക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് മനസ്സിലായില്ല എന്തൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഡെഫിനിഷൻ പഠിക്കുക ന്യൂട്രീഷൻ്റെ, അതുപോലെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, WHO ഡെഫിനിഷൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, മാൾ ന്യൂട്രീഷനിൽ അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. പിന്നെ റോൾ ഓഫ് ന്യൂട്രീഷൻ, എന്താണ് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ന്യൂട്രീഷൻ്റെ റോൾ എന്താണെന്ന് കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടി അത് പഠിച്ചേക്കുക. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫുഡും ന്യൂട്രീഷനെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരു എസ്സേ പാർട്ടാണ് ന്യൂട്രിയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്, റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു എസ്സേ ആണ്. ന്യൂട്രിയൻസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ഓർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ട്, ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ തന്നെ ചില ന്യൂട്രിയൻസ് എനർജി ഈൽഡിങ് ഫുഡ്സും ചിലത് നോൺ എനർജി ഈൽഡിങ് ആയിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ അടുത്തൊരു ചെറിയൊരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അത്യാവശ്യം നോക്കേണ്ട ഒരു പോർഷൻ ഓഫ് ഫുഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഗ്രൂപ്പ്സ്, അതിൻ്റെ ഒറിജിനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ഇവിടെ മെയിനായിട്ട് 2 എസ്സേ, ന്യൂട്രീഷൻ്റെ എസ്സേ പിന്നെ ന്യൂട്രിയൻസിൻ്റെ എസ്സേ, 2 എസ്സേയും പഠിക്കണം. ഇതിനകത്തുനിന്ന് 5 മാർക്കും 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ എന്താണ്, അതിൽ സ്റ്റാർച്ച് എന്താണ്, ഷുഗർ എന്താണ്, സെല്ലോസ് എന്താണ്. പിന്നെ ഇവിടെ ന്യൂട്രീഷൻ വരുമ്പോൾ ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് ഡെയിലി റെക്കമെൻഡഡ് അലവൻസ്. ഓരോ ദിവസവും ഓരോ വ്യക്തിക്ക് കുട്ടികൾക്ക് എത്ര വേണം, പ്രഗ്നൻസി ആയുള്ള വുമന് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വുമണിന് എത്ര വേണം, അഡൾട്ടിന് എത്ര വേണം, അല്ലെങ്കിൽ നമ്മുടെ ജീറിയാട്രിക് പേഷ്യൻസിന് എത്ര വേണം, ഡെയിലി റെക്കമെൻഡഡ് അലവൻസ്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡയറ്ററി റെക്കമെൻഡഡ് അലവൻസും ഡയറ്ററി സോഴ്സസും മാത്രമാണ് നിങ്ങൾ പഠിക്കാനുള്ളത്, ഇതിനകത്ത് അധികമായിട്ട് പഠിക്കാനുള്ളത്, ന്യൂട്രീഷനെ ക്ലാസ് എടുക്കാത്തത്. പിന്നെ നമ്മുടെ എനർജി, ഓരോ യൂണിറ്റും എത്ര 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 കലോറി ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. 2 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണ്, അതിൻ്റെ BMR എന്ന് പറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത്രയും നിങ്ങളത് പഠിക്കണം. 5 മാർക്കിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ഉള്ളതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ ടൈപ്സ് പഠിക്കുക, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്നുള്ള പേര് പഠിക്കുക, പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക, ഏതൊക്കെ ആഹാരങ്ങളിൽ നിന്നാണ് പ്രോട്ടീൻ കിട്ടുന്നതെന്ന് പഠിക്കുക, ഡെയിലി റെക്കമെൻഡഡ് അലവൻസ് പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് ഓരോ ഏജ് ഗ്രൂപ്പിനും എത്രയാണെന്ന് പഠിക്കുക. അതൊരു അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതും ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് അതുപോലെ ഫാറ്റ്, അടുത്ത ചാപ്റ്റർ ഫാറ്റ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സാച്ചുറേറ്റഡ് എന്താണ്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാറ്റിൽ നിന്ന് എത്ര കലോറി എനർജി കിട്ടും, 9 കിലോ കലോറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, അതൊക്കെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് അതിൻ്റെ ഫങ്ഷൻസ്, ഫാറ്റിൻ്റെ എല്ലാം സിമിലർ ആണ്. കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും എല്ലാം സെയിം ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫങ്ഷൻസ്, ഡയറ്ററി അലവൻസ്, ടൈപ്സ്, അതിൻ്റെ ഫാക്ടേഴ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചാപ്റ്റർ എസ്സേ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് വിറ്റമിൻസ്. എപ്പോഴും എസ്സേ ചോദിക്കുന്നത്, എസ്സേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് വിറ്റമിൻ, ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആൻഡ് വാട്ടർ സോലുബിൾ വിറ്റാമിൻസ്. ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് ഏതൊക്കെയാണ്, അത് ഓരോന്ന് ഏത് ഡയറ്റിൽ കാണപ്പെടുന്നു, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഏതൊക്കെ ഡിസോർഡേഴ്സ്, അതൊക്കെ 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ വരാവുന്ന ഏരിയയിലുള്ള ഒരു പോർഷനാണ് വിറ്റാമിൻ എന്ന് പറയുന്നത്. അതൊരു 5 മാർക്കും ചോദിക്കാം. 5 മാർക്ക് 10 മാർക്ക് എസ്സേ, വിറ്റാമിൻ ക്ലാസിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ 10 മാർക്ക് എസ്സേ ചോദിക്കാം, 5 മാർക്ക് എസ്സേ ചോദിക്കാം. ഇതിൽ ഒരു വിറ്റാമിൻ മാത്രമായിട്ട് വേണമെങ്കിൽ 10 മാർക്ക് ചോദിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വിറ്റാമിൻ എന്ന് പറയുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ വിറ്റാമിൻസും നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് വിറ്റാമിൻസിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഡെയിലി റെക്കമെൻഡ് അലവൻസ് എല്ലാം ഞാൻ അതിനകത്ത് പറയുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, വാട്ടർ സോലുബിൾ, ഇത് ഓരോ ക്ലാസിഫിക്കേഷൻ ആണ്. അതിലെല്ലാത്തിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക, അതിൻ്റെ ഡെയിലി റെക്കമെൻഡഡ് അലവൻസും പഠിക്കുക. അതുപോലെ മറ്റൊരു എസ്സേ ആണ്, അല്ലെങ്കിൽ 5 മാർക്ക്. ഇതിൽ ഓരോ മിനറൽസ്, വിറ്റാമിൻസും മിനറൽസ്, ഇപ്പോൾ ഈ കാൽസ്യം തന്നെ പലതവണ കേട്ടിട്ടുള്ളതാണ്, പലതവണ 10 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഓരോ മിനറൽസും അതിൻ്റെ ഫങ്ഷൻസും ഡയറ്ററി അലവൻസും ഡെയിലി റിക്വയർമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് ഡയറ്ററി സോഴ്സസും ആണ് അടുത്ത എസ്സേ. പിന്നെ അടുത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേയും അതുപോലെ 5 മാർക്ക് ക്വസ്റ്റ്യനുമാണ് ബാലൻസ് ഡയറ്റ്. എന്താണ് ബാലൻസ് ഡയറ്റ്? നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നുണ്ട്, എന്താണ് ബാലൻസ് ഡയറ്റ്? അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മുകളിൽ പഠിച്ച കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ്, വാട്ടർ, ഇതെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആ ഡയറ്റിനകത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ഡയറ്റ് എന്നുള്ളത് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാവുന്ന കാര്യമാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ബാലൻസ് ഡയറ്റിനകത്ത് വരുന്ന ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അത് ഓരോന്നിൻ്റെ ഡെഫിഷ്യൻ. നമ്മൾ ഈ മുകളിലുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ബാലൻസ് ഡയറ്റ് എഴുതി പിടിപ്പിക്കാൻ ഒരു പാടുമില്ല. ഈസി ആയിട്ട് നമുക്ക് എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ. ബാലൻസ് ഡയറ്റിൻ്റെ ക്ലാസ് ഇന്ന് രാത്രി ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഒരുവിധം അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മെനു പ്ലാനിങ്. 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മെനു പ്ലാനിങ്. അതിൻ്റെ പ്രിൻസിപ്പിൾസും സ്റ്റെപ്സും
ഓരോ ഡയറ്റ്, അത് ഓരോ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ആൾക്കാർക്ക്, ഇൻഫൻസിന് കൊടുക്കുന്ന ആൾക്കാർക്ക്, ചിൽഡ്രൻ എങ്ങനെയായിരിക്കും, എൽഡർലിക്ക് എങ്ങനെയായിരിക്കണം, പ്രഗ്നൻസിയിൽ എങ്ങനെയായിരിക്കണം, അനീമിയയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയായിട്ട് ഡയറ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ മെനു പ്ലാനിങ് വെച്ചിട്ട് ചിലപ്പോൾ 10 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും കേട്ടോ. നെക്സ്റ്റ് ഉള്ളതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ന്യൂട്രിയൻസും, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വിറ്റമിൻസ്, ഈ 5 കാറ്റഗറി ആണുള്ളത് മെയിനായിട്ട്. ഇതിൽ ഓരോ വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ കുറയുമ്പോൾ പല ഡിസീസ് ഉണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താണ്, കോഷിയോർക്കർ, മരാസ്മസ് ഒക്കെ വരുന്നുണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി, അതുപോലെ എനർജി ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ കോഷിയോർക്കർ, മരാസ്മസ്, പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ആ ഡിസോർഡേഴ്സ്. അതുപോലെ തന്നെ അയൺ വരുമ്പോൾ അനീമിയ, അയൺ ഡെഫിഷ്യൻസി എന്നാൽ അനീമിയ വരും. വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഐ ഡിസോർഡേഴ്സ്, വിഷൻ പ്രോബ്ലംസ് വരും. അതിൽ സ്കിൻ പ്രോബ്ലംസ് വരും. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ബോൺ പ്രോബ്ലംസ് വരും. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ റിക്കറ്റ്സ് വരും. ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള ഡിസീസ് വരും. ഇതുപോലെയുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. അതാണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. 5 മാർക്കിനും 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓരോ വിറ്റാമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി എല്ലാം കൂടെ ചേർത്ത് എഴുതാനുണ്ട്. വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ മാത്രമായിട്ട് 10 മാർക്കിന് ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഓരോ വിറ്റാമിൻസ് മാത്രമായിട്ട് വിറ്റാമിൻ എ എന്ന് മാത്രം പറഞ്ഞിട്ട് 10 മാർക്കിന് ചോദിക്കുക. അല്ലെങ്കിൽ മിനറൽസിലെ കാൽസ്യം മാത്രം പറഞ്ഞിട്ട് ഒരു 10 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു വിറ്റാമിനോ മിനറൽ ഏതാണോ പർട്ടിക്കുലർ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വിശദീകരിച്ച് അതിൻ്റെ ഡെഫിഷ്യൻസി എന്താണ്, ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തൊക്കെ ഡിസീസസ് വരുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ്, സയൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും, എന്ത് മാനേജ്മെൻ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് വരുന്ന തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആസ് എ നേഴ്സ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രീഷൻ പഠിക്കുന്നത്, നമുക്കൊരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ രോഗത്തിനനുസരിച്ച് നമുക്ക് എന്ത് ഡയറ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും, അതിൽ എത്ര എമൗണ്ട് കൊടുക്കണം, അതിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ്, എന്തൊക്കെ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കണം, അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള ഡയറ്റ് കൊടുക്കണം, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഡയറ്റ് കൊടുക്കണം, കാർഡിയോവാസ്കുലർ ഡിസീസസ് ഉള്ള, അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർക്ക് എന്ത് ഡയറ്റ് കൊടുക്കണം, അണ്ടർ വെയിറ്റ് ലോസ് ഉള്ളവർക്ക് എന്ത് ഡയറ്റ് കൊടുക്കണം, റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന് ഏത് ഡയറ്റ് കൊടുക്കണം, ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കണം, കോൺസ്റ്റിപ്പേഷനോ ഡയറിയ ഉള്ള പേഷ്യൻസിന് ഏത് തരത്തിലുള്ള ഡയറ്റ് കൊടുക്കണം, സർജറിക്ക് മുന്നേ ഉള്ള പേഷ്യൻസ്, സർജറിക്ക് ശേഷമുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ഡയറ്റ് കൊടുക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കുക്കറി റൂൾസ്. ഇത് 10 മാർക്കിന്റെ എസ്സേ ആണ് കേട്ടോ. 10 മാർക്കിന്റെ എസ്സേ എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 മാർക്കും 2 മാർക്കും 1 മാർക്കും ഒക്കെ വരും. ഓക്കെ, 10 മാർക്കിന്റെ എസ്സേ. കുക്കറി റൂൾസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. കുക്കറി മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഓരോ കുക്കറി മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് വെച്ചിട്ട് എസ്സേ ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിസർവേഷൻ അല്ലെങ്കിൽ അഡൾട്രേഷൻ എന്നൊക്കെ പറയാം. അഡൾട്രേഷൻ അറിയാമല്ലോ, നമ്മുടെ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നതാണ്, ഫുഡ് അഡിറ്റീവ്സ് ആൻഡ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച്, അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് PFA എന്ന് പറയുന്നത്, അതും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അഡൾട്രേഷൻ മാത്രമായിട്ട് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഫുഡ് പ്രിസർവേഷൻ 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ കുക്കിംഗ് മെത്തേഡ്സ്, കുക്കിംഗ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസോ 1 മാർക്ക് ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് ന്യൂട്രീഷണൽ അസസ്മെന്റ് ആൻഡ് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ. അതായത് ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആ പേഷ്യൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യണം. വെയിറ്റ് നോക്കുക, ആദ്യം വെയിറ്റും ഹൈറ്റും നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് സർക്കംഫറൻസ് നോക്കുന്നു, ചെസ്റ്റ് സർക്കംഫറൻസ് നോക്കുന്നു, മിഡാം സർക്കംഫറൻസ് നോക്കുന്നു, അങ്ങനെ സ്കിൻ ഇൻറ്റഗ്രിറ്റി നോക്കുന്നു, അതുപോലെ വിഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട, അസസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊരു എസ്സേ ആയിട്ട് ന്യൂട്രീഷണൽ അസസ്മെന്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, പിന്നെ മറ്റൊരു ഏരിയ ആണ് ന്യൂട്രീഷൻ. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസും അതിൽ നേഴ്സസിന്റെ റോളും എന്താണ്. വിറ്റാമിൻ എ ഒരു വിറ്റാമിൻ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വിറ്റാമിൻ എ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓറലി വിറ്റാമിൻ എ കൊടുക്കാറുണ്ട്. വിറ്റാമിൻ എ സിറപ്പിൻ്റെ ഫോമിൽ നമ്മൾ ഓറലി കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 1 ലക്ഷം യൂണിറ്റ് ഇന്റർനാഷണൽ യൂണിറ്റ് 1 ലക്ഷം യൂണിറ്റ് വിറ്റാമിൻ എ ആണ് ആ ഓരോ സിറപ്പിനകത്തും
ഓരോ തവണയും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 9 തവണ 5 വയസ്സിനുള്ളിൽ കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും കൊടുത്തു കഴിഞ്ഞാൽ 5 വയസ്സിനുള്ളിൽ 9 തവണ നമ്മൾ ഈ വിറ്റാമിൻ എ നമ്മൾ അഡീഷണലി സപ്ലിമെന്റ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആ കുട്ടിക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടാണോ? ഇല്ല. അവിടെ വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഇല്ല എങ്കിലും അതിന് ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിഷൻ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി കാരണം ഐ പ്രോബ്ലംസ് വരുന്നത് കൂടുതലായതുകൊണ്ട് കോമൺലി എല്ലാവർക്കും ആ ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. വിറ്റാമിൻ എ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതൊരു നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാം. അതുപോലെയാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. അതെവിടെ നടത്തുന്നതാണ്? നമ്മുടെ സ്കൂളുകളിലും അംഗൻവാടികളിലും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് മിഡ് ഡേ മീൽ. അതായത് ഉച്ചയ്ക്കുള്ള ആഹാരം അവർക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള സദ്യ ഒന്നും കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ആഹാരം കൊടുക്കുക. അതാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഡിസീസ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ തരത്തിലുള്ള ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം ഒരു 3-4 പ്രോഗ്രാംസ് പഠിക്കുക. അവിടെ എന്താണ് നമ്മുടെ നഴ്സസിന്റെ റോള് കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക, അതിന്റെ എനർജി റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അസസ്മെന്റ് നടത്തുക, റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക, അതെ അഡീഷണലി വേണ്ട റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുക. ഇതൊക്കെ നഴ്സസിന്റെ റോളാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. അതുപോലെ വീക്കിലെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. എന്തിനാണ് അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ? പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. അയൺ അല്ലാത്തവർക്കും കൊടുക്കാറുണ്ട്. അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അതായത് നട്ടലിന്റെ ഭാഗത്ത് സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഈ ന്യൂറൽ ട്യൂബിന്റെ ഡിഫക്റ്റ് വരുന്ന ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. അനീമിയയോട് കൂടി ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, ബർത്തിൽ അല്ലെ. അപ്പൊ ആ അനീമിയയും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രഗ്നന്റ് വുമണിനും കൊടുക്കുന്നതാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. ക്ലിയർ? അതും നമ്മുടെ ഒരു നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാമാണ് നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാം. പിന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി. അടുത്തത്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. 5 keys ഓഫ് സേഫർ ഫുഡ് സ്റ്റോറേജ്, ഫുഡ് ഹാൻഡ്ലിംഗ്, കുക്കിംഗ്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഐറ്റംസ്. അതൊക്കെ വളരെ റെയർ ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാലും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു. എസ്സേ ക്വസ്റ്റ്യൻസ് ഇല്ല, എന്നാലും 1 വേർഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട്. അത്രയുമാണ് നമ്മുടെ ന്യൂട്രീഷന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് സിലബസിൽ കണ്ടത്? ഫസ്റ്റ് ചാപ്റ്റർ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു. കാർബോഹൈഡ്രേറ്റ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളും ആയിരുന്നു. അത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫാറ്റ്സ് ഉണ്ട്, പിന്നെ വിറ്റാമിൻസ് ഉണ്ട്, പിന്നെ മിനറൽസ് ഉണ്ട്, പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, തെറാപ്യൂട്ടിക് ഡയറ്റ്, കുക്കറി റോൾസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ന്യൂട്രിയൻസ്, പിന്നെ ന്യൂട്രീഷണൽ അസസ്മെന്റ് ആൻഡ് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ, നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാം ആൻഡ് റോൾ ഓഫ് നഴ്സ്, ഫുഡ് സേഫ്റ്റി. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലും ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അതുകൂടെ നോക്കാം. ഇവിടെ രാജീവ് ഗാന്ധിയുടെ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെനു പ്ലാനിങ്? ഓക്കെ, വാട്ട് ഈസ് മെനു പ്ലാനിങ്? നമ്മളൊരു ചാപ്റ്റർ പഠിച്ചതാണല്ലേ മെനു പ്ലാനിങ്. ഞാനിവിടെ കാണിച്ചു തന്നതാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു മെനു പ്ലാനിങ്ങിൽ വരുന്നത്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മെനു പ്ലാനിങ്. ഇത് ഇത്രയും എഴുതും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മിനിമം 5 പേജ് എങ്കിലും ഈ എസ്സേ എഴുതണം. 5 പേജെങ്കിലും എഴുതണം. മെനു പ്ലാനിങ് എന്താന്ന് വിശദീകരിക്കുക, അതിന്റെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് മെനു, അതും എഴുതണം. ഓക്കെ, നമ്മളിവിടെ മെനു പ്ലാനിങ് എവിടെയാ പഠിച്ചത്? ഓക്കെ, ഇവിടെയാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ, പഠിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, മെനു പ്ലാനിങ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട്ബുക്കുകളൊക്കെ കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കിക്കോളാം. ഇവിടെ എന്തൊക്കെ പറയുന്നത്? മെനു പ്ലാനിങ് എന്താണ്, മെനു എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻസ്, പ്രിൻസിപ്പിൾസ്, അതിൻ്റെ സ്റ്റെപ്സ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പേജ് തികഞ്ഞില്ല എങ്കിൽ ഇത്രയും എഴുതുന്ന നമ്മുടെ എസ്സേ ചോദിച്ചിട്ടുള്ളത്.
പക്ഷെ നിങ്ങൾക്ക് അവിടെ പേജ് 5 പേജ് തികഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് താഴോട്ട് പറയുന്നത് യങ് ആയിട്ട് ഇൻഫൻറ്റിന് യങ് ചൈൽഡിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആകുമ്പോൾ, അഡോളസൻസ് ആകുമ്പോൾ, എൽഡർലി ആകുമ്പോൾ, പ്രഗ്നൻസി ആകുമ്പോൾ, ലാക്ടേറ്റിംഗ് ആകുമ്പോൾ, അനീമിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ മെനു പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മളവിടെ പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കണം, അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒരു എസ്സേ ആക്കുക. ഇതാണ് ഫസ്റ്റ് എസ്സേ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ കലോറിക് വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ്? കലോറിക് വാല്യൂ എന്ന് പറയുന്നത് 1 gram കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കലോറിക് എനർജി കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 കലോറി എനർജിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതാണ്. അപ്പോൾ കലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അത് അങ്ങനെ ജസ്റ്റ് ഒരു 1 gram കാർബോഹൈഡ്രേറ്റ് 4 കലോറി ഊർജ്ജം കിട്ടും എന്ന് എഴുതിയാൽ പോരാ. അതിന് പകരം കലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ന്യൂട്രിയൻസും മെറ്റബലൈസ് ചെയ്ത് കഴിയുമ്പോൾ, ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡിലെത്തി, അത് ടിഷ്യൂസിലെത്തി, അവിടെ മെറ്റബോളിസം നടന്നു കഴിയുമ്പോൾ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിന്നും എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലോറിക് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ കലോറിക് വാല്യൂ എത്രയാണ്? 4 കലോറിയാണ് അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. ലിസ്റ്റ് ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ കോഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ഇറ്റ്സ് വെരി ഈ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിഷ്യൻസി, കാരണം കാർബോഹൈഡ്രേറ്റ് എന്താണ്, കാർബോഹൈഡ്രേറ്റിന്റെ കലോറിക് വാല്യൂ എന്താണ്, അല്ല 1 gram കാർബോഹൈഡ്രേറ്റിൽ നിന്നും എത്ര കലോറി എനർജി കിട്ടുന്നു, പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസോർഡറിൽ നമ്മൾ പഠിച്ചതാണ് കോഷിയോർക്കറും മരാസ്മസും. അവ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് മാത്രം 5 മാർക്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് വരാം. അതല്ലെങ്കിൽ നമുക്ക് കോഷിയോർക്കർ എന്ന് മാത്രം ചോദിച്ച് 5 മാർക്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോഷിയോർക്കർ ആൻഡ് മരാസ്മസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് മെഡിസിനൽ വാല്യൂ. ഇറ്റ്സ് വെരി നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതേണ്ട ഒരു എസ്സേ ആണത്. ഒരു ഷോർട്ട് എസ്സേ ആണ്, 5 മാർക്കിനുള്ളതാണ്. എന്നാൽ പോലും അതെ, നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നത് തമ്മിൽ എന്താണ് ബന്ധം? റോൾ ഓഫ് ഫുഡ് എന്ന് വെച്ചാൽ ആദ്യം നമ്മളവിടെ ഫുഡ് എന്താണെന്ന് എഴുതുക, അതൊരു ബാലൻസ്ഡ് ഫുഡ് എന്നതാണെന്ന് എഴുതുക, അതിനകത്ത് എന്തൊക്കെ കണ്ടൻസ് വേണമെന്ന് എഴുതുക. അപ്പം ഓരോ ന്യൂട്രിയൻസും അതായത് വിറ്റമിൻസും മിനറൽസും ഫാറ്റ്സും പ്രോട്ടീൻസും കറക്റ്റ് പ്രൊപ്പോർഷനിൽ അടങ്ങിയിട്ടുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അവ എന്താണ് അതിൻ്റെ മെഡിസിനൽ വാല്യൂ? കാർബോഹൈഡ്രേറ്റ് റെഗുലേഷൻ. കാർബോഹൈഡ്രേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എനർജി സോഴ്സ് ഓഫ് അവർ ബോഡി. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനുള്ള എനർജിയുടെ 50 to 60% എനർജിയും നൽകുന്നത് ആരാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്. Normal regulation of carbohydrates very important to prevent diabetes mellitus. Okay, ബോഡി ബിൽഡിംഗ് അല്ലെ എനർജി ഈൽഡിങ് ഫുഡാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എനർജി നൽകുന്നതിന് കാർബോഹൈഡ്രേറ്റ് കഴിയും. നെക്സ്റ്റ് പ്രോട്ടീൻ എന്താണ്? പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ആസ് ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ്. എന്തുകൊണ്ടാണ് ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്? കാരണം നമ്മുടെ ശരീരം നിർമ്മിക്കുന്നതിന്, അതിൻ്റെ സ്ട്രക്ചർ രൂപീകരണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, സ്ട്രെങ്ത് ഇല്ലാതെ ഉണ്ടാകും, മസിൽ ലോസ് ഉണ്ടാകും, വെയിറ്റ് ലോസ് ഉണ്ടാകും, അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാകും, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. അത് ഡെഫിഷ്യൻസി വരുമ്പോൾ അതിൻ്റെതായ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഫാറ്റ് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അടുത്ത എന്താണ്? നമ്മുടെ വിറ്റാമിൻസ്. ഓരോ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, വിറ്റാമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു, ബെറിബോ എന്ന് പറയപ്പെടുന്ന ഡിസീസ് ഉണ്ടാകുന്നു, സി കുറഞ്ഞു കഴിഞ്ഞാൽ സ്കർവി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നു, ഡി കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് ഉണ്ടാകുന്നു അല്ലെ. അതപ്പോൾ പ്രിവെന്റ് ചെയ്യാനും ഒപ്പം തന്നെ ഈ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു നമ്മുടെ അഡിക്വേറ്റ് ന്യൂട്രിയൻസ് ഉള്ള ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് എപ്പോഴും കഴിച്ചാൽ മാത്രമേ നമുക്ക് അവ ട്രീറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. സോ സെയിം ലൈക്ക് അതർ ന്യൂട്രിയൻസ്, വാട്ടർ ഓൾസോ ഹാവിങ് സെയിം ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡയറ്റ് അല്ലേ. അതായത് നമുക്ക് മറ്റു ന്യൂട്രിയൻസ് കഴിക്കുന്നത് പോലെ തന്നെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ വാല്യൂ നമുക്കുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്
ടു മെയിൻറ്റെയിൻ പ്രോപ്പർ വാട്ടർ ബാലൻസ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഈ മൂന്നാമത്തെ എസ്സേയിൽ നമ്മൾ മൂന്നാമത്തെ ഷോർട്ട് എസ്സേയിൽ രണ്ടാമത്തെ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫംഗ്ഷൻ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ഫോസ്ഫറസ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഓരോ മിനറൽസും, നമുക്ക് മിനറൽസ് മൊത്തത്തിൽ 5-10 മാർക്കിന്റെ എസ്സേക്ക് ചോദിക്കാം, അല്ല എങ്കിൽ അതിൽ ഓരോ മിനറൽസും കാൽസ്യം മാത്രമായിട്ട് ചോദിക്കാം, സോഡിയം മാത്രമായിട്ട് സോഡിയം ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും BP ആണ് പ്രധാനമായിട്ട്. BP മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ന്യൂറോളജിക്കൽ ഇഷ്യൂസ് വരാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെയാണ് സോഡിയത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. കാൽസ്യം വരുമ്പോൾ നമുക്ക് ബോണ്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കറിയാം, ബോണ്ട് സ്ട്രെങ്ത് റെഗുലേറ്റ് ചെയ്യുന്നതിനും എന്ത് വേണം, കാൽസ്യം വേണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസിയും ഫങ്ഷൻസും. ആദ്യം ഫോസ്ഫറസ് എന്താന്ന് പറയുക. അപ്പോൾ എപ്പോഴും നമുക്ക് മിനറൽസിന്റെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം മിനറൽസ് എന്താണെന്ന് എഴുതാം, ഏതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മിനറൽസ് എന്താണെന്ന് എഴുതുക, അതിനകത്ത് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ മിനറൽസ് ആണ് നോക്കുന്നത് എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനകത്ത് ഫോസ്ഫറസ് എന്താണെന്ന് എഴുതുക, ഫോസ്ഫറസിന്റെ ഫംഗ്ഷൻസ് എഴുതുക, പിന്നെ അത് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ്, ഒരു 3 പേജ് മാക്സിമം 3 പേജ് അല്ലെങ്കിൽ മിനിമം ഒരു 2.5 പേജ്, മിനിമം 2 പേജെങ്കിലും നിങ്ങൾ 5 മാർക്കിന് എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ വേരിയസ് വേസ് ടു അസസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. അതെവിടെയാണ് വരുന്നത്, നമ്മുടെ ന്യൂട്രീഷണൽ അസസ്മെന്റിനകത്ത് വരുന്നതാണ്. എന്തൊക്കെ മെത്തേഡ്സുകളാണ് നമ്മൾ ന്യൂട്രീഷണൽ അസസ്മെന്റിന് യൂസ് ചെയ്യുന്നത്. ന്യൂട്രീഷണൽ അസസ്മെന്റ് നമ്മളൊരു ചാപ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ന്യൂട്രീഷൻ അസസ്മെന്റ്, മെത്തേഡ് ഓഫ് ന്യൂട്രീഷൻ, എന്തൊക്കെയാണ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, ആന്ത്രോപോമെട്രി മെഷർമെന്റ്സ് നടക്കുന്നു, ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുന്നു, ബയോകെമിക്കൽ അസസ്മെന്റ് നടത്തുന്നു, ഡയറ്ററി ഇൻടേക്ക് അസസ്മെന്റ് നടത്തുന്നു ത്രൂ ദ ക്വസ്റ്റ്യനെയർ മെത്തേഡ് അല്ലെ. എന്നിട്ട് അവയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അസസ്മെന്റ് നടത്തി അതിന് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു 3 പേജായിട്ട് അസസ്മെന്റ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്യുന്നു, ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു, ഹെഡ് ആം സർക്കംഫറൻസ് നോക്കുന്നു, ചെസ്റ്റ് സർക്കംഫറൻസ് നോക്കുന്നു അല്ലെ, അത് ഇങ്ങനെയുള്ള ഒരു കാര്യം, സ്കിൻ ഇന്റഗ്രിറ്റി നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, തെറാപ്യൂട്ടിക് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസിന്റെ ഡയറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മെയിനായിട്ട് നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസിന് പഠിക്കുന്നുണ്ട്, ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിന് പഠിക്കുന്നുണ്ട്, കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിനുള്ള ഡയറ്റിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഡിസീസിന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് അവിടെ നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് വരുന്നതെന്ന് എഴുതുക. അപ്പോൾ ആ ഡിസീസസ് വരാതിരിക്കാനും ആ ഡിസീസ് വന്നവർക്ക് നമ്മൾ എന്തൊക്കെ ഡയറ്റ് റിസ്ട്രിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഡയറ്റിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ അടുത്തെഴുതുക. എത്രയും എഴുതുമ്പോൾ 5 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞില്ല, ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ അടുത്ത് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്കും ഉണ്ട് ഇപ്പോഴും 2 മാർക്ക്. പഴയ സിലബസ് എല്ലാം സെയിം തന്നെയാണ്, കണ്ടന്റുകൾ മാത്രമേ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റിയിട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 2 മാർക്ക് ചോദിച്ചാൽ ഓർഡർ അമിനോ ആസിഡ്സ്. എന്താണ് അമിനോ ആസിഡ്സ്? ഓൾറെഡി ഞാൻ ബയോകെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ടുകൾ വഴി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, അതിലൊരു അമിനോ ടെർമിനലും ഒരു കാർബോക്സി ടെർമിനലും കൂടി കാണും. അവ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അമിനോ ആസിഡ്സിന്റെ ടൈപ്സുകൾ ഏതൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 2 മാർക്കിനകത്ത് തന്നെ ധാരാളമാണ്. അടുത്തതാണ് വാട്ട് ഈസ് റാൻസിഡിറ്റി ഓഫ് ഫാറ്റ്. ഫാറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഫാറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, റാൻസിഡിറ്റി എന്ന് പറഞ്ഞിട്ട്. അതും 2 മാർക്കിന്. 2 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ എക്സാമിന്റെ ബുക്ക്ലെറ്റിനകത്ത് പകുതി പേജെങ്കിലും മിനിമം, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു പേപ്പർ, അല്ലാതെ 2 സെന്റൻസ് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും 2 മാർക്ക് തരത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് പേജെങ്കിലും നിങ്ങൾ 2 മാർക്കിന് എഴുതിയിരിക്കണം. ഇപ്പൊ കറക്റ്റ് റാൻസിഡിറ്റി എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തീർന്നില്ല എങ്കിൽ ആ ഫാറ്റിന്റെ കുറച്ചൊന്നുകൂടെ 1-2 വേറെ നിങ്ങൾ പ്രോപ്പർട്ടീസും കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതുമ്പോൾ 2 മാർക്ക് അവിടെ സുഗമമായിട്ട് കിട്ടും. നെക്സ്റ്റ്, അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിയ, കോസസ് ഓഫ് അനീമിയ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും അനീമിയയുടെ ലോസ്? അനീമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ HB കുറയുന്നതാണ്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ആണ് അല്ലെ. നമ്മുടെ അയൺ ഡെഫിഷ്യൻസി, നമ്മുടെ പ്രോപ്പറായിട്ട് ഡയറ്റ് അയൺ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബ്ലഡ് സെൽസ് കാരണമായിരിക്കാം. അത് ഏതൊക്കെയാണ് കോസസ്? അനീമിയ വളരെ ഇമ്പോർട്ടൻ്റ്, 5 മാർക്കും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഉള്ളതാണ് ലിസ്റ്റ് ദ കോമ്പോസിഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്.
ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിലബസിനകത്ത് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങളുടെ സിലബസിൽ ഇല്ല. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചും നമ്മുടെ സെല്ലുകളെ കുറിച്ചും സെൽ ഓർഗൻസിനെ കുറിച്ചൊക്കെ ബയോകെമിസ്ട്രി പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ കലോറി. കലോറി എന്താണെന്ന് എഴുതുക. കലോറി എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് കലോറി മാത്രം എഴുതിയാൽ പോരാ. നമ്മൾ 1 gram പ്രോട്ടീനിൽ നിന്ന് എത്ര കലോറി കിട്ടും, ഫാറ്റിൽ നിന്ന് എത്ര കലോറി കിട്ടും, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് എത്ര കലോറി കിട്ടും എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട്. അപ്പോൾ ഇതാണ് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഇത് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കണം. ഒപ്പം നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുന്നു എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ സിലബസ് നിന്ന് ജസ്റ്റ് ചുരുക്കി പറഞ്ഞു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായിട്ട് ഞാൻ വായിച്ച് പറഞ്ഞു തരാണ് പ്രീവിയസിൻ്റെത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറഞ്ഞ 10 മാർക്കിൻ്റെ എസ്സേ ആണിത്. നമ്മുടെ ഫുഡ് അഡിറ്റീവ്സ് എന്താണ്, നമ്മൾ ഫുഡ് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ് ടൈമിൽ സൂക്ഷിക്കുന്ന ഫുഡുകളിലൊക്കെ നമ്മൾ ചേർക്കുന്ന ചില ചീത്തയാകാതിരിക്കാൻ അതിൻ്റെ കളർ കൂട്ടാനും അതിൻ്റെ ക്വാളിറ്റി മീൻസ് സ്മെല്ലും അട്രാക്ഷനും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില അഡിറ്റീവ്സ് ചേർക്കാനുണ്ട്. മായം ചേർക്കുക അല്ലെങ്കിൽ അഡിറ്റീവ്സ് ചേർക്കുക എന്ന് പറയും അതിന്. അതാണ് അഡിറ്റീവ്സ്. എന്യൂമറേറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് അഡിറ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ അത് ഫുഡ് അഡൾട്രേഷനെ കുറിച്ച് അതിൻ്റെ ഒരു നോട്ട് കൂടി. ഇത്രയും എഴുതുമ്പോൾ 10 മാർക്കിന് കണക്കാക്കിയാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് തികഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഫുഡ് അഡൾട്രേഷൻ പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡ്, വാട്ട് ഈസ് ദ ഡെയിലി റിക്വയർമെന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ ഏജിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് എഴുതാം. അതിൻ്റെ ജസ്റ്റ് ഒരു 2-3 സെന്റൻസിൽ അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം, അതടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹാവ് ഹൈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഫോർ ഡെയിലി എനർജി യൂസ് അല്ലെ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ മെറ്റബോളിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മെറ്റബോളിസം നിങ്ങൾക്ക് ഇവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. പക്ഷേ മെറ്റബോളിസം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് ദിസ് എക്സാമ്പിൾസ് ഓഫ് ഫുഡ് സ്റ്റാൻഡർഡൈസേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫുഡ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്ത ഫുഡ് പ്രിസർവേഷൻ ആൻഡ് മെത്തേഡ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അയഡിൻ, അടുത്തൊരു മിനറൽ ആണ് അയഡിൻ. അയഡിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് എന്താണ്, അതിൻ്റെ റോള്, അത് പ്രിവെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന നഴ്സസിൻ്റെ റോൾ എന്താണ്. പിന്നെ പ്രോട്ടീൻസിൻ്റെ ഡയറ്ററി സോഴ്സസ്, പ്രോട്ടീൻ എന്താണ് എഴുതുക, അതിൻ്റെ ടൈപ്സ് എഴുതുക, അത് ഏതൊക്കെ ഫുഡിലാണ് ഉള്ളതെന്ന് എഴുതുക, അതിൻ്റെ ഡെയിലി റെക്കമെൻഡ് അലവൻസ് എത്രയാണെന്ന് എഴുതുക, അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളത് എഴുതുക. ഇത്രയുമാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനകത്ത് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഹൈപ്പർ കലീമിയ എന്താണ്? ഹൈപ്പർ കലീമിയ നമ്മുടെ പൊട്ടാസ്യം കൂടുന്നതിനെയാണ്. 3.5 to 5.5 ആണ് നോർമലി നമ്മുടെ ബ്ലഡിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ്. 3.5 to 5.5 ആണ്. അത് 5.5 കൂടുമ്പോഴാണ് ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നത്. അതുപോലെ കുറയുന്നതിനെ ഹൈപ്പോ കലീമിയ എന്നും പറയുന്നു. നെക്സ്റ്റ്, അതുപോലെ അടുത്ത ക്ലാസിഫൈ വിറ്റാമിൻസ് ആൻഡ് ഗീവ് എക്സാമ്പിൾ ഫോർ സെയിം. ഏതൊക്കെയാണ് വിറ്റാമിൻസ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസും വാട്ടർ സോലുബിൾ വിറ്റാമിൻസും. ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, വാട്ടർ സോലുബിൾ വിറ്റാമിൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. അടുത്തതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ BMR എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ സെല്ലിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും സെല്ലിന് ഔട്ട്സൈഡ് ഉള്ള ഫ്ലൂയിഡിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നുമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് എന്താണ്? ഏത് തരം ഫ്ലൂയിഡാണ്? അത് സെല്ലിന് പുറമേ ഉള്ളതാണ്, അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിൾസും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. What is food hygiene? It's very very important. Food hygiene. Explain the process involved in maintaining milk and meat hygiene. പാലും മത്സ്യമാംസാദികളും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അവ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഒരു എന്താ പറയുക അഡിറ്റീവ്സ് ഒന്നും ഇല്ലാതെ അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എസെൻഷ്യൽ ഹൈജീനിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്.
അങ്ങനെ അടുത്തൊരു എസ്സേ ആണ് അടുത്ത് ഫങ്ഷൻസ്, ഡയറ്ററി സോഴ്സസ്, ഡെയിലി റിക്വയർമെന്റ്സ്, എഫിഷ്യൻസി ഓഫ് വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ്. 10 മാർക്കിന് കണ്ടോ എല്ലാ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ്. അപ്പോൾ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് അല്ല, ആദ്യം വിറ്റാമിൻസ് എന്താണെന്ന് എഴുതുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക, ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻസ്, വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് എഴുതുക, അതിനുശേഷം അതിൽ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് എഴുതുക, അതിൽ ഓരോ ടൈപ്സും അതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അടുത്ത ടൈപ്പ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ അതിൻ്റെ ടൈപ്പ് അങ്ങനെ വിശദീകരിച്ച് പോവുക. ഓക്കെ, 10 മാർക്കിൻ്റെ എസ്സേ. അത് രണ്ടും 10 മാർക്കിൻ്റെ എസ്സേസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിറ്റാമിൻസ് ഓരോന്ന് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം, ഇതുപോലെ ടോട്ടലി ക്ലാസിഫൈ ചെയ്യാൻ 10 മാർക്കിനും ചോദിക്കാം. നെക്സ്റ്റ്, ഡിസ്കസ് ദ അയൺ ഡെഫിഷ്യൻസി ആൻഡ് പ്രിസർവേഷൻ ആൻഡ് കൺട്രോൾ. അയൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രിസർവേഷനെ കുറിച്ചും ഒക്കെ ഒന്നറിയാം. ലിസ്റ്റ് ദ ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ദ ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം. ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം ഏതൊക്കെയാണ്, എന്താണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്, എന്താണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് കറക്റ്റ് ഒരു ഏജിന് റിക്വയർമെൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് എമൗണ്ടിലുള്ള ഫുഡ് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പല ഡിസീസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. നമുക്ക് എനർജി, ഹൈ എനർജി കിട്ടും, ഫുൾ കോൺസെൻട്രേഷൻ കിട്ടും, അല്ലേ. നമുക്ക് ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിൽ അമ്മയുടെ മിൽക്കിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. എൽഡർലി പീപ്പിൾ ആകുമ്പോൾ അവർക്ക് ബോൺ സ്ട്രെങ്ത് കുറവായിരിക്കും, അപ്പോൾ അവർക്ക് ബോൺ സ്ട്രെങ്ത് കൂട്ടാനുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലൊക്കെ കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ റിസ്ക് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടും. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പല ബെനിഫിറ്റ്സും ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിന് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതുക. നെക്സ്റ്റ്, അതുപോലെ പ്രോട്ടീൻസ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്, ഡയറ്ററി സോഴ്സസ്, ഡെയിലി റിക്വയർമെൻറ്റ്സ്, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ്, പിന്നെ റോൾ ഓഫ് ന്യൂട്രീഷൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്, കുക്കിംഗ് മെത്തേഡ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുക്കിംഗ് മെത്തേഡ്, പിന്നെ ഡയറ്റ് ഇൻ പ്രഗ്നൻസി, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഡയറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെ ആയിരിക്കണം, എന്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവിടെ ആഡ് ചെയ്യണം, എന്തൊക്കെ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഡയറ്ററി ഫൈബർ. എന്താണ് ഫൈബറിൻ്റെ ഇമ്പോർട്ടൻറ്റ്? ഫൈബർ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യില്ല, അത് ദഹിച്ച് മെറ്റബോളൈസ് ചെയ്യത്തില്ല. പകരം ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്, നാരടങ്ങിയ ആഹാരങ്ങൾ എന്നാണ്. നാരടങ്ങിയ ആഹാരങ്ങൾ എന്നാണ്. അതെന്തിനെ സഹായിക്കുന്നു? കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അധികം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് മോട്ടിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യും, കറക്റ്റായ ആഹാരം മൂവ് ചെയ്ത് ഒരിടം സ്റ്റക്ക് ആകാതെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, അങ്ങനെ പല ബെനിഫിറ്റ്സും ഡയറ്ററി ഫൈബറിനുണ്ട്. അതിൻ്റെ സോഴ്സസ് ഏതൊക്കെ ആഹാരങ്ങളിലാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ എഴുതുമ്പോൾ 2 മാർക്കിനായി. പിന്നെ ഏജൻസീസ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, വാട്ടർ ഇൻടോക്സിക്കേഷൻ. വാട്ടർ ഇൻടോക്സിക്കേഷൻ വെള്ളം അധികമാകുന്നതിനെയാണ്, വാട്ടർ ഇംബാലൻസിനെയാണ്, ഓവർ വാട്ടർ ആവുന്നതിനാണ് എന്ന് പറയുന്നത് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഫുഡ് അഡിക്റ്റീവ്സ് എന്താണ്, കൊളസ്ട്രോൾ എന്താണ്, ഫാറ്റിനകത്ത് വരുന്നതാണ്, ഫാറ്റിൻ എന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണ് കൊളസ്ട്രോൾ. അതൊക്കെ 2 മാർക്കിന് ജസ്റ്റ് വിശദീകരിക്കുക. അത് നിങ്ങൾ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹാഫ് പേജ് ഓഫ് ദ എക്സാം പേപ്പറെങ്കിലും നിങ്ങൾ എഴുതി പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രോട്ടീൻസ്, എക്സ്പ്ലെയിൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രോട്ടീൻസ്. 10 മാർക്കിന്റെ എസ്സേ ആണ്. അത് വീണ്ടും വേണ്ട പറയേണ്ട കാര്യമില്ല. കുക്കിംഗ് എന്താണ്, മെത്തേഡ് ഓഫ് കുക്കിംഗ് ഏതൊക്കെയാണ്, സേഫ് മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് ഫുഡ് ഏതൊക്കെയാണ് ചേർത്ത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഗോൾസ് ഓഫ് നാഷണൽ ന്യൂട്രീഷണൽ പോളിസി. എന്താണ് നാഷണൽ ന്യൂട്രീഷണൽ പോളിസിയുടെ ലക്ഷ്യം? ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, വെരി ഈസി. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ 5 മാർക്കിന്റെ എസ്സേ ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് തുടങ്ങി അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതി പിന്നെ നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻസിന്റെ ഓരോന്നര ഫംഗ്ഷൻസ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക മാത്രമല്ല, ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു 2 സെന്റൻസ് എഴുതുക, അടുത്തൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത സെന്റൻസ് എഴുതുക, അടുത്തൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത 2 സെന്റൻസ്, അങ്ങനെ എഴുതി പോകുക. എന്നാലും നമുക്ക് 5 മാർക്കിനുള്ള മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. പിന്നെ ബാലൻസ് ഡയറ്റ് ഫോർ ടോളർ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ബാലൻസ് ഡയറ്റിന്റെ പ്രത്യേകത എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂട്രീഷനെ എഫക്റ്റ് ചെയ്യുന്നത്, വാട്ടർ ബാലൻസ് ഓഫ് ദ ബോഡി, പിന്നെ റിബോഫ്ലാവിൻ, വിറ്റാമിൻ ബിയുടെ ഒരു ടൈപ്പ് വിറ്റാമിൻ ആണ് റിബോഫ്ലാവിൻ, അതിനെക്കുറിച്ച് ഇതെല്ലാം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അടുത്ത അതിന് 2 മാർക്ക്. തൈമിൻ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ബിയുടെ ഒരു ടൈപ്പാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി റിപ്പീറ്റഡ് ആയി ചോദിച്ചു വരുന്നതാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്താണ്? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിച്ച് അതിന് കുഞ്ഞിൻ്റെ 6 മാസം പ്രായം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക, മറ്റൊരു സപ്ലിമെന്റ്സും കൊടുക്കാതെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്നതിന് എന്ത് പറയുന്നു? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിന് സഹായിക്കുന്നു? ആ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജിയും ന്യൂട്രീഷ്യൻസും ഇമ്മ്യൂണോഗ്ലോബുലിൻസും പ്രോട്ടീൻസും മിനറൽസും എല്ലാം തന്നെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അഡിക്വേറ്റ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് അത് കിട്ടും. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി പവർ ഓഫ് കുട്ടി. ഓക്കെ, ഇമ്മ്യൂണിറ്റി പവർ ഓഫ് ബേബി. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് അഡിറ്റീവ്സ് എന്താണ്? സോഴ്സസ് ഓഫ് അയൺ, അയൺ അടങ്ങിയ ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോന്നും ഇതിൽ ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം എക്സാമിന് മുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറാപ്യൂട്ടിക് ഡയറ്റ്. ഓൾറെഡി ഞാൻ പറയാം തെറാപ്യൂട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഡയറ്റ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതെ, അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മുടെ ചാപ്റ്റർ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് ജസ്റ്റ് ടൈപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ, PEM, പ്രോട്ടീൻ എനർജി മാൾ ന്യൂട്രീഷൻ, കോഷിയോർക്കർ, മരാസ്മസ്, അതിൻ്റെ കോമ്പിനേഷൻ ഒക്കെ വരുന്നതാണ്. ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ലിപ്പിഡ്സ്, നമ്മുടെ ഫാറ്റിനകത്ത് വരുന്ന ലിപ്പിഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഡയറ്റ് ഇൻ പ്രഗ്നൻസി ഓൾറെഡി പറഞ്ഞാണ്. വീനിങ്, എന്താണ് വീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നല്ലേ. അതായത് ഫസ്റ്റ് കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതൽ 6 മാസം വരെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്നതിന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നു. 6 മാസം കഴിയുമ്പോൾ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ള മാറി ബ്രസ്റ്റ് ഫീഡിങ്ങിനൊപ്പം എന്ത് ചെയ്യുന്നു? നമ്മൾ ചെറിയ ചെറിയ സപ്ലിമെന്റ്സ്, ചെറിയ ചെറിയ മറ്റ് ഡയറ്റ്സുകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ്സുകളും കൂടെ കൊടുക്കുന്നു. ഡയറ്റിലോട്ട്, നോർമൽ നമ്മുടെ ഡയറ്റിലോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും, ഒപ്പം നമ്മൾ അഡീഷണൽ ഫുഡ്സും കൂടെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് വീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് ഹൈജീൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്, BMR, അഡൾട്രേഷൻ, CFTRI ഏജൻസിയാണ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് അയൺ, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ. എന്തൊക്കെ ന്യൂട്രീഷണൽ എഡ്യൂക്കേഷനാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടത്? ഓക്കെ, അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടി എന്തൊക്കെ ന്യൂട്രീഷണൽ എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്? ലാസ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷണൽ അസസ്മെൻറ്റിനകത്ത് വരുന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് ഹൈജീൻ ആൻഡ് ഡിസ്കസ് വേരിയസ് ഫുഡ് മെത്തേഡ്സ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. നെക്സ്റ്റ് റോൾ ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് മെഡിസിനൽ വാല്യൂ ഓൾറെഡി പറഞ്ഞതാണ്. എക്സസീവ് ഇൻടേക്ക് ആണ്. നമ്മൾ പല ന്യൂട്രിയൻസും കുറവ് മാത്രമല്ല നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നത്, ഓരോ വിറ്റമിൻസും മിനറൽസും മറ്റു പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം കൂടുതൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യും? പ്രോബ്ലംസ് ഉണ്ടാകും. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതും കൂടെ നമുക്ക് എഴുതാവുന്നതാണ് ആ പോയിന്റിനകത്ത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഡെഫിഷ്യൻസി ഓഫ് പ്രോസ്ഫറസിൻ്റെ കാര്യങ്ങൾ, പർപ്പസസ് ഓഫ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ എ പ്രൊഫിലാക്സിസ് പ്രോഗ്രാം, വിറ്റാമിൻ എയുടെ സിറപ്പ് കുട്ടികൾക്ക് 1.5 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വിറ്റാമിൻ എ കൊടുക്കുന്ന പ്രോഗ്രാം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എങ്ങനെയാണ് കൊടുക്കുന്നത്, എത്ര വയസ്സിലുള്ളവർക്ക് കൊടുക്കുന്നു, എത്ര തവണ കൊടുക്കുന്നു, ഒരു ഡോസിൽ എത്ര ഇൻ്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഉണ്ട്, അങ്ങനെ എത്ര വിറ്റാമിൻ എ ഇൻ്റർനാഷണൽ യൂണിറ്റ് ഒരു കുട്ടിക്ക് മിനിമം കിട്ടും, എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്, ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ട്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ എസ്സേ ആയി. നേരത്തെ പറഞ്ഞതുപോലെ ORT, നെക്സ്റ്റ് ഓസ്റ്റിയോമലേഷ്യ, എനർജി എന്താണെന്ന് എഴുതുക, കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്, അമിനോ ആസിഡ്സ്, ഇതെല്ലാം ഓൾറെഡി പറഞ്ഞാണ്. ഓസ്റ്റിയോമലേഷ്യ എന്താണ്? വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ അഡൾട്ട്സിലാവുമ്പോൾ അതിന് ഓസ്റ്റിയോമലേഷ്യ എന്നും, കുട്ടികളിലാവുമ്പോൾ അതിന് എന്ത് പറയുന്നു? റിക്കറ്റ്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ബോൺ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, നമ്മളിത് ക്വസ്റ്റ്യൻ വായിച്ചതാണ്. നെക്സ്റ്റ് ഇത് പ്രോഗ്രാംസ്, നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് മാത്രം 10 മാർക്കിന്, കാർബോഹൈഡ്രേറ്റ്സിന് മാത്രം 10 മാർക്കിന്, അതുപോലെ ഫുഡ് അഡൾട്രേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 5 മാർക്കിന്, ഫുഡ് ഗ്രൂപ്പ്സ് 5 മാർക്ക്, ഫാക്ടേഴ്സ് എഫക്റ്റീവ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഫങ്ഷൻസ് ഓഫ് ഫാറ്റ്, ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻസ് ആൻഡ് കലോമെട്രി, അതായത് ബേസൽ മെറ്റബോളിസം മെഷർ ചെയ്യുന്നത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള മെത്തേഡ്സ്, മാൾ ന്യൂട്രീഷൻ എന്താണ്, റോസ്റ്റിംഗ് എന്ന കുക്കിംഗ് മെത്തേഡാണ്, റോസ്റ്റിംഗ് മാത്രമായിട്ട് 2 മാർക്ക്, പിന്നെ അയഡിൻ്റെ ഫങ്ഷൻസ്, പ്രിസർവേഷൻ, എക്സ്ട്രാ സെല്ലർ ഫ്ലൂയിഡ് ആൻഡ് ഇൻട്രാ സെല്ലർ ഫ്ലൂയിഡിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. നെക്സ്റ്റ്
ലിസ്റ്റ് ദ മേജർ ഫങ്ഷൻസ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. പറഞ്ഞ ക്വസ്റ്റ്യൻസ് വീണ്ടും പറയേണ്ട കാര്യമില്ല. ന്യൂട്രീഷൻ അസസ്മെൻറ്റ് 10 മാർക്ക്. ക്ലാസിഫിക്കേഷൻ ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഡയറ്ററി സോഴ്സസ് ഓഫ് കാൽസ്യം, list the functions of vitamin D and children and adults, food preservation, steaming, cooking method in the steaming, balanced diet എന്താണ്, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ORT, ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ വായിലൂടെ വെള്ളം കൊടുക്കുന്നതിന്. നമുക്ക് ഡീഹൈഡ്രേഷൻ വാട്ടർ ബാലൻസ് ഇല്ലാതാകുമ്പോൾ റീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓറലി റീഹൈഡ്രേഷൻ വെള്ളം കൊടുക്കുന്നതിനാണ് ഓറൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡയറ്ററി ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ്, ഹൈപ്പർ വിറ്റാമിനോസിസ്, പല വിറ്റമിൻസും കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ വിറ്റാമിനോസിസ് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതും പറഞ്ഞ് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തരും. നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും. അത് പറഞ്ഞപ്പോൾ തെറാപ്യൂട്ടിക് ഡയറ്റിലെ ഡയറ്റ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബ്ലാൻഡ് ഡയറ്റ്, ഫ്ലൂയിഡ് ഡയറ്റ്, സെമി ഫ്ലൂയിഡ് ഡയറ്റ്, അല്ലെ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡയറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടൈപ്സ് കൂടെ നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിഡ് ഡേ മീൽ പ്രോഗ്രാം മാത്രം 5 മാർക്കിന് ഇവിടെ ചോദിച്ചിരിക്കുന്നു. കോംപ്ലിമെൻ്ററി ഫീഡിങ് അല്ലെങ്കിൽ വീനിങ് വരുമ്പോൾ നമ്മൾ അധികം ഫുഡ് കൊടുക്കുന്നതിനാണ് കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്, കുക്കിംഗ് മെത്തേഡ്സിനകത്തുള്ള ഗ്രില്ലിംഗ്, അതൊക്കെ ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒബീസിറ്റി എന്താണ്, പെലാഗ്ര എന്താണ്, ഓരോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഇതുപോലെയുള്ള കുറച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആകും. ഞാൻ പറയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രീഷനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ഇതിൽ ഈ വായിച്ചതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല, ഇപ്പോൾ കെരാറ്റോമെലേഷ്യ, വിറ്റമിൻ A ഡെഫിഷ്യൻസി ഡിസോർഡറാണ്, ഏതെങ്കിലും പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അങ്ങനെയാണെങ്കിൽ ബയോകെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസും കൂടെ ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും, അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റുകളായിട്ട് പറയുന്നതിനേക്കാളും ആ ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒരുമിച്ചൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം മതി, ഇല്ലായെങ്കിൽ നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് പഠിച്ചു പോകുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഇൻ ദിസ് ടൈം. Don't waste time. Okay, don't be lazy, don't waste your time, do hard work and get a good mark. Okay, ജസ്റ്റ് നമ്മളൊരു പാസ്സാകുക എന്നുള്ളൊരു ഇത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നല്ല മാർക്കോടെ പാസ്സാകുക എന്നുള്ളതും കൂടെ ആകണം. അതുപോലെ തന്നെ പാസ്ചറൈസേഷൻ, കുക്കിംഗ് മെത്തേഡിനകത്തൊക്കെ വരുന്നതാണ് പാസ്ചറൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനീമിയയുടെ ടൈപ്പ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബയോകെമിസ്ട്രി ഇവിടെയല്ല, ഇതിൽ വേണ്ട. ഡീഹൈഡ്രേഷൻ എന്താണ്, വെള്ളം കുറയുമ്പോഴാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ക്വസ്റ്റ്യൻസ്, മിനിമം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ട് വേണം ന്യൂട്രീഷൻ്റെയും ബയോകെമിസ്ട്രിയുടെയും എക്സാമിന് പോകുമ്പോൾ ന്യൂട്രീഷന് വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ബയോകെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന് രാത്രി ഞാൻ ബാലൻസ് ഡയറ്റിൻ്റെ ക്ലാസ് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വിറ്റാമിൻസിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം അഡീഷണലി വേണം. അത് ബയോകെമിസ്ട്രിയിലാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ അത് നിങ്ങൾക്ക് ന്യൂട്രീഷന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അഡീഷണലി വേണമെങ്കിൽ നമുക്കത് ക്ലാസ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ എടുത്തിട്ടില്ലാത്ത പോർഷൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. ന്യൂട്രീഷണൽ അസസ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അതൊന്ന് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.